കർത്താവ് യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ നോമ്പിൻ്റെ 8-ാം ദിവസമായ ഇന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. നോമ്പ് പരിത്യാഗവും ഉപവാസം സംസർഗവുമാണ്. പരിത്യാഗവും സംസർഗവുമാണ് അനുസരണത്തിൻ്റെ ഊടും പാവും നെയ്യുന്നത്. സംസർഗത്തിൻ്റെ സവിശേഷതകളാണ് ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നത്, അതായത് കേൾക്കുന്നതിനനുസരിച്ച് ജീവിക്കുന്നത് വഴി ഞാൻ ആ ശ്രവിച്ച വചനത്തിൻ്റെ ദാസനാണ്. തൻ്റെ വചനം അനുസരിക്കുന്നതിനെക്കുറിച്ചാണ് എനിക്ക് എൻ്റെ ആടുകളെ അറിയാമെന്ന് ഈശോ പറയുന്നത്. ഞാൻ ശ്രദ്ധാപൂർവം കേൾക്കുന്ന ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുന്നത് വഴി ഞാൻ എൻ്റെ ദൈവത്തിൻ്റേതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനത്താലുമാണ്. ഞാൻ ശ്രവിച്ച വചനം ആരുടേതാണോ ഞാൻ അവനെ അനുഗമിക്കുന്നു. അതുവഴി ഞാൻ നിത്യജീവൻ അവകാശമാക്കുന്നു. ഞാൻ അനുഷ്ഠിക്കുന്ന നോമ്പ് ഇതാണ്. അതിനാൽ നോമ്പ് മൂലം എനിക്ക് നാശമില്ലായ്മ ഉണ്ടാകുന്നു. ഞാൻ നശിച്ചു പോകുകയില്ല. അപ്രകാരം ജീവിക്കുന്ന എനിക്ക് എൻ്റെ ശത്രുക്കളെ ഭയമില്ല. കാരണം എൻ്റെ ശത്രുവിന് എന്നെ സമീപിക്കാൻ ആവില്ല എന്ന് എനിക്കറിയാം. ഇപ്രകാരം ഞാൻ എൻ്റെ പിതാവിൻ്റെ ഹിതം അഥവാ പിതാവിൻ്റെ വചനം അനുസരിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനുള്ളവനായി മാറുന്നു. ഞാൻ സർവശക്തനായ പിതാവിൻ്റെ മകൻ അഥവാ മകൾ ആയിരിക്കുമ്പോൾ യേശുവിനുള്ളവനാണ്. ഞാൻ ദൈവഹിതത്തിന് ആകുമ്പോൾ എൻ്റേതെല്ലാം എൻ്റെ പിതാവിൻ്റേതുമാകും. ഞാനും പിതാവും ഒന്നായി മാറുന്ന അനുസരണ എന്ന പുണ്യം ഈ വിശുദ്ധ നോമ്പിൻ്റെ കാലയളവിൽ നമുക്ക് അഭ്യസിക്കാൻ പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.